ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മളൊരു അടിപൊളി വീഡിയോ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കണ്ടിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. മാംഗോ സോപ്പിൻ്റെ ഒരു അടിപൊളി വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ മാംഗോയുടെ എക്സ്ട്രാക്റ്റും മാംഗോയുടെ ഫ്ലേവറൊക്കെ വെച്ചിട്ട് നല്ലൊരു അടിപൊളി സോപ്പ് ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചാർക്കോളിൻ്റെ സോപ്പാണ് കേട്ടോ. ചാർക്കോളിൻ്റെ സോപ്പ് ചാർക്കോൾ ഞാൻ സാധാരണ പോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ പീസുകളാക്കി എപ്പോഴും കട്ട് ചെയ്യുക. അതുപോലെ നമ്മൾ ഇതിലിട്ട് മെൽറ്റ് ചെയ്യാൻ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് ഇത് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി സ്റ്റവ് ഓൺ ചെയ്ത് വെള്ളം ചൂടാക്കി അതിൽ വെച്ചിട്ടുണ്ട്. ഇതിൽ കട്ട് ചെയ്തിട്ടിട്ട് അപ്പോൾ അതേപോലെ ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന സാധനങ്ങൾ ഇത് ഏറ്റവും നല്ലൊരു എന്താ പറയുക, ഓയിൽ സ്കിന്നുകാർക്ക് ഏറ്റവും ബെറ്റർ സോപ്പാണ് അത്. അത് ഓയിലിനെ വലിച്ചെടുക്കാനുള്ളൊരു കഴിവ് ഈ സാധനത്തിനുണ്ട്, ചാർക്കോളിന്. അപ്പോൾ അത് ഓയിൽ സ്കിന്നുകാർ ഉപയോഗിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. സൂപ്പർ, ഒന്നും പറയാനില്ല, അടിപൊളിയാണ് സംഭവം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഇന്ന് ഗ്ലിസറിൻ ചേർക്കണമെന്നില്ല. ഓയിൽ സ്കിന്നുകാർക്ക് ഓൾറെഡി ഇത് ഉണ്ട്, കുറച്ച് ജസ്റ്റ് ചേർക്കുന്നുണ്ട് പേരിന്. അതുപോലെ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കോൺസെൻട്രേറ്റ് വൈറ്റമിൻ ഇ ഓയിൽ. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ചെമ്പരത്തിയുടെ എക്സ്ട്രാക്റ്റും കൂടി ചേർക്കുന്നുണ്ട് ഡെയിലി. അതാണ് ഇന്നത്തെ ഇതിൻ്റെ ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. ചെമ്പരത്തിയുടെ എക്സ്ട്രാക്റ്റ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ടീ ട്രീയുടെ ഓയിൽ ചേർക്കുന്നുണ്ട്. അതുപോലെ സ്മെല്ല് ചേർക്കാൻ പോകുന്നത് നമ്മൾ ഒരു ഊതിൻ്റെ സ്മെല്ലാണ് കേട്ടോ. ചാർക്കോളിൽ എപ്പോഴും എനിക്കിഷ്ടപ്പെട്ടത് ഈ സ്മെല്ല് ചേർക്കുന്നതാണ്. ഏത് ഊതിൻ്റെ സ്മെല്ല്, അതാ ഒരു പ്രത്യേക ഒരു സ്മെല്ല് ഇതിന് കിട്ടില്ല ഈ സോപ്പിന്. പിന്നെ ബ്ലാക്ക് കളറാണ്, കളറിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെന്ന് പറയാനുള്ളത്, നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും മെറ്റീരിയൽസ് സോപ്പ് ഉണ്ടാക്കാനുള്ളത് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നമ്പർ കൊടുക്കാം. ബേസ്, പെർഫ്യൂം, കളറ് എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോ. അതുപോലെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പിലോ വിളിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം, എനിക്കറിയുന്ന രീതിയിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോഴും അതുപോലെ കുറേ ആളുകൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട് നമ്മളെ. അതുപോലെ പിന്നെന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെല്ലാവരും സോപ്പ് ഉണ്ടാക്കുക. ഒരു വട്ടം ഉണ്ടാക്കിയാൽ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങളെല്ലാവരും തുടർന്ന് സോപ്പ് വീട്ടിലേക്കുള്ളതെങ്കിലും നമ്മൾ സ്വയം ഉണ്ടാക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് നമ്മൾ ഒരു വട്ടം ഉണ്ടാക്കി കിട്ടിയാൽ മതി, പിന്നെ നമ്മളിത് ഉണ്ടാക്കും. വെരി സിമ്പിളാണ്, വേറെ ഒന്നുമില്ല. ഞാനിപ്പോൾ ഇതിൻ്റെ കറക്റ്റ് കണക്കും കാര്യങ്ങളൊക്കെ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെ ഒന്ന് ചെയ്യാം. സോപ്പ് നല്ല ഇതിൽ തന്നെ കിട്ടും. നമ്മുടെ അളവ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ സോപ്പിൻ്റെ ആ ഒരു എന്താ പറയുക, സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. നല്ല അടിപൊളി ഹാർഡായിട്ട് തന്നെ സോപ്പ് നമുക്ക് കിട്ടും. എല്ലാവരും പറയുന്ന ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോപ്പ് ഭയങ്കരമായിട്ട് മെൽറ്റായി പോവുക, ഭയങ്കര സോഫ്റ്റ് ആവുക. അത് അതിൽ ഒഴിക്കുന്ന അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ വ്യത്യാസം വരുമ്പോഴാണ് അതിൻ്റെ സോഫ്റ്റ് കൂടി പോകുന്നത് സോപ്പിന്, പെട്ടെന്ന് ഇതാവണതും അതൊക്കെ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മളതിൽ ചേർക്കണതിൻ്റെ അളവുകളും കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സോപ്പ് നമുക്കൊന്നും അടിപൊളിയായിട്ട് കിട്ടും ഉണ്ടാ. അപ്പോൾ അതുപോലെ എല്ലാവരും ചെയ്യാം. അപ്പോൾ ഇതൊന്ന് മെൽറ്റായി പറ്റാം. നമ്മുടെ സോപ്പ് ബേസ് ഒക്കെ നന്നായി മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് കറുത്തായത് കൊണ്ട് ഒന്ന് ഇളക്കി നോക്കാം, അതിൻ്റെ ഉള്ളിൽ വല്ലതും മെൽറ്റ് ആവാണ്ടുണ്ടോ എന്നുള്ളതൊന്ന് നോക്കണം കേട്ടോ, ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ സോപ്പ് എല്ലാം മിക്സ് ചെയ്തായിരിക്കും ഒഴിക്കുമ്പോഴായിരിക്കും കട്ടായിട്ട് എടുക്കണ്ടാവുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കുറച്ച് അധികം ചേർക്കണില്ല, നമ്മൾ ഇത് ഓൾറെഡി ഇതായ കാരണം നമ്മൾ കുറച്ച് ചേർക്കണമല്ലോ, ഒരു 2 തുള്ളി അങ്ങനെയൊക്കെ ചേർക്കണമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ഇതിപ്പോൾ ഒരു 400 ഗ്രാം ബേസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള സാധനങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കുക. അതുപോലെ ടീ ട്രീയുടെ ഓയിൽ ഞാനൊരു 2-3 ഡ്രോപ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ പറഞ്ഞില്ലേ ചെമ്പരത്തിയുടെ എക്സ്ട്രാക്റ്റ് നമ്മൾ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു 1 കിലോ അല്ലെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 50 മില്ലിയോളം ചേർക്കാമല്ലോ മൊത്തം ജ്യൂസ് ഐറ്റംസ് ആയാലും എന്തായാലും എക്സ്ട്രാക്റ്റ് ആയാലും. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 400, അപ്പോൾ ഒരു 20 മില്ലി 15 മില്ലിയൊക്കെ മാക്സിമം ഉള്ളൂ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉണ്ടാ. ഓക്കെ, അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മുടെ വൈറ്റമിൻ ഇയുടെ ഓയിൽ നമ്മൾ ചേർക്കുന്നുണ്ട്. അതൊരു 3-4 ഡ്രോപ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, വൈറ്റമിൻ ഇ ഒക്കെ എല്ലാ സോപ്പ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചേർക്കുന്നത് നമ്മുടെ സ്കിന്നിനും കാര്യങ്ങളൊക്കെ നല്ല ബെറ്ററാണ് കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ എല്ലാത്തിലും നമ്മൾ പരമാവധി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ ഓയിലുകൾ ചേർക്കാൻ നോക്കാം. ടീ ട്രീ ഓയിൽ, അങ്ങനത്തെ റോസ്മേരിയുടെ ഓയിൽ അങ്ങനത്തെയൊക്കെ കിട്ടും. അതൊക്കെ ഏകദേശം 2-3 ഡ്രോപ്സ് 4 ഡ്രോപ്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലതാണ് നമുക്ക് സോപ്പിലേക്ക്. അതുപോലെ നമ്മുടെ ഈ വൈറ്റമിൻ ഇയുടെ ഓയിൽ ഇതൊക്കെ ചേർക്കണതുകൊണ്ട് നമുക്ക് സോപ്പിന് ബെനിഫിറ്റ് കൂടുതലുള്ളൂ, അടിപൊളിയായിരിക്കും സോപ്പ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മളിതൊക്കെ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പെർഫ്യൂം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് പെർഫ്യൂം ചേർക്കാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ പെർഫ്യൂം ഇപ്പോൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് അതിൻ്റെ സ്മെല്ല് നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് പരമാവധി ഇത് ലാസ്റ്റ് നമ്മൾ മോൾഡിൽ ഒഴിക്കുന്ന സമയത്ത് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മോൾഡ് എന്നും പറയുന്ന പോലെ തന്നെ നമ്മൾ ഫസ്റ്റ് മോൾഡ് സെറ്റ് ചെയ്ത് വയ്ക്കുക.
അതിന് ശേഷം നമ്മൾ ചേർക്കാം. അപ്പോൾ 1 കിലോയിലേക്ക് നമുക്ക് ഒരു 50 മില്ലിയോണാണ് കേട്ടോ മാക്സിമം നമ്മൾ ഉപയോഗിക്കാൻ പോകണം ജ്യൂസ് ആയാലും എക്സ്ട്രാക്റ്റ് ആയാലും എന്തായാലും. അപ്പോൾ പെർഫ്യൂം 1 കിലോയിലേക്ക് 25 മില്ലി അല്ലെങ്കിൽ 20 മില്ലി മാക്സിമം 1 കിലോയിൽ കണക്കാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ വൈറ്റമിൻ ഇയുടെ ഓയിൽ ഒരു 5 ഡ്രോപ്സോളം ചേർത്ത് കൊടുക്കാം നമുക്ക് 1 കിലോയിലേക്ക്. ഓക്കെ, നന്നായി മിക്സ് ചെയ്യുക. ഇതെല്ലാം ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യണം കേട്ടോ നമുക്ക്. അപ്പോൾ അതിന് ശേഷം നമുക്ക് നമ്മുടെ മോൾഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. നമുക്ക് പെർഫ്യൂം ചേർത്തതിന് ശേഷം നമുക്കത് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഞാൻ ഇതിന് എടുത്തിട്ട് പുറത്തേക്ക് വയ്ക്കുന്നുണ്ട്. അപ്പോൾ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇതാണ് നമ്മുടെ മോൾഡ്. ഇതിലേക്കാണ് നമ്മൾ ഒഴിക്കുന്നത്. ആ ഫ്ലവറിൻ്റെ ഒരു മോൾഡ് ഉണ്ടായിരുന്നില്ല നമ്മുടെ കയ്യിൽ, 4 ലെമൻ്റെ ഒരു മോൾഡ് ഉണ്ട്. അപ്പോൾ അതിലേക്കാണ് നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ പെർഫ്യൂം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പെർഫ്യൂം ഒരു 1/2 കിലോ അല്ലെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 10 മില്ലിയോളാണ് നമുക്ക് വേണ്ടത്. നല്ല സ്മെല്ല് ഉണ്ടാവും കേട്ടോ. 10 മില്ലിയൊക്കെ വെച്ച് 1/2 കിലോ അല്ലെങ്കിൽ നല്ല സ്മെല്ല് ഉണ്ടാവും. നല്ല പെർഫ്യൂം വാങ്ങുക, എപ്പോഴും വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പെർഫ്യൂം വാങ്ങുക. അതുപോലെ ബേസ് ആയാലും സൾഫേറ്റ് ഫ്രീ, പാരബിൻ ഫ്രീ ചോദിച്ച് വാങ്ങാം. അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. നല്ല വില കുറഞ്ഞ ബേസുകളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് തന്നെ ഉപയോഗിക്കാൻ നമ്മൾ ആർക്കായാലും നമുക്കത് ബെനിഫിറ്റ് കുറയും. അപ്പോൾ നമ്മളെപ്പോഴും നല്ല ബേസ് ചോദിച്ച് വാങ്ങുക. സൾഫേറ്റ് ഫ്രീ, പാരബിൻ ഫ്രീ ബേസ് വാങ്ങിക്കുക. അതുപോലെ എല്ലാ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നല്ല കോസ്മെറ്റിക്സ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വാങ്ങിക്കട്ടെ. പെർഫ്യൂം ആയാലും കളറായാലും ഒക്കെ. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി സോപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. പരമാവധി വീടുകളിൽ തന്നെ ഉണ്ടാക്കുക എല്ലാവർക്കും സോപ്പ് ഉണ്ടാവും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ പെർഫ്യൂം ചേർത്ത് കൊടുക്കാൻ പോകണ്ട കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഊതിൻ്റെ പെർഫ്യൂമാണ്. അപ്പോൾ അതൊരു ഏകദേശം ഞാനൊരു 10-15 മില്ലിയോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് ശേഷം നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. അത് പെർഫ്യൂം ഒഴിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മോൾഡിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, മോൾഡ് സെറ്റ് ചെയ്ത് വെക്കട്ടെ എന്നും പറയുന്ന പോലെ ഫസ്റ്റ് നല്ല വൃത്തിയായിട്ട് കാര്യങ്ങൾ നമ്മുടെ മോൾഡിൻ്റെ ഉള്ളിൽ എപ്പോഴും വൃത്തിയാക്കി വെച്ചോളൂ. എന്താ കാരണം വെച്ചാൽ നമ്മൾ ഈ സോപ്പ് ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് അറിയില്ല. പക്ഷെ എന്നാലും വേറെ സോപ്പുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിൽ കരടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഗ്ലിസറിൻ ടൈപ്പ് ബേസ് ഉപയോഗിച്ച് സോപ്പ് ഉണ്ടാക്കുമ്പോൾ അത് നമുക്ക് സോപ്പിൽ അത് പറ്റി പിടിക്കും ഉണ്ടാകും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കുക. നമുക്ക് പലവട്ടം പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ എല്ലാവരും ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കുക ഉണ്ടാകും. അപ്പോൾ ഞാനിതൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഇതിലേക്ക് നമ്മുടെ ബേസ് ഇതിലേക്ക് ഒഴിക്കാൻ പോകണ്ട മോൾഡിലേക്ക്. ഈ പത കളയാനായിട്ട് നമുക്കൊരു റബ്ബിങ് ആൽക്കഹോൾ ഉണ്ട് കേട്ടോ. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലുള്ള പതയൊക്കെ പോയി കിട്ടും. പക്ഷെ നമ്മളത് ആഡ് ചെയ്യുന്നില്ല, അതൊരു കെമിക്കലാണ്. അതുകൊണ്ട് നമ്മളത് പരമാവധി യൂസ് ചെയ്യുന്നില്ല. ഒറ്റ സോപ്പിൽ നമ്മളത് ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ. കാണിച്ചു തരുന്ന ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു വീഡിയോയിൽ അത് ചെയ്ത് കാണിച്ചു തരാം ഉണ്ടാ. നമുക്ക് കമൻ്റായിട്ട് ഇട്ടാൽ മതി. ഇത് 90 ഗ്രാമിൻ്റെ മോൾഡാണ് കേട്ടോ. ഒരു സോപ്പ് 90 ഗ്രാമാണ് ഇതിൽ കിട്ടണത്. നമ്മൾ ബാക്കിയുള്ളത് നമ്മുടെ ഈ ചെറിയ ബോളിലേക്ക് നമ്മൾ വെച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഇതിൽ മോൾഡ് ഇത് 60 ഗ്രാമിൻ്റെ മോൾഡാണ് ഇട്ടത്. ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പരമാവധി നമ്മൾ വേസ്റ്റ് പോകാണ്ട് പരമാവധി ഉപയോഗിക്കുക കേട്ടോ. എനിക്ക് തോന്നണത് ഇങ്ങനത്തെ ചില്ലിൻ്റെ പാത്രത്തിലുണ്ടാക്കുമ്പോൾ നമുക്ക് വേസ്റ്റ് കുറവ് പോകണമെന്ന് എനിക്ക് തോന്നുന്നു. സ്റ്റീൽ പാത്രത്തിലുണ്ടാക്കുമ്പോൾ നമുക്ക് ഇത്തിരി വേസ്റ്റ് കൂടുതൽ പോകണമെന്നൊരു സംശയമുണ്ട്. അപ്പോൾ ആ ചില്ലിൻ്റെ പാത്രത്തിലുണ്ടാക്കുമ്പോൾ നമുക്ക് ബേസ് പരമാവധി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇതിൽ പറ്റി പിടിക്കില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് കുറവാണ് ഉള്ളിൽ കേട്ടോ. അപ്പോൾ പരമാവധിയാണ് അങ്ങനത്തെ അധികം നമുക്ക് വേസ്റ്റ് പോകണില്ല. മറ്റേ സ്റ്റീൽ പാത്രം, ഈ പാത്രത്തിൽ നമ്മൾ ആദ്യം ഉണ്ടാക്കിയാറുണ്ട്. അപ്പോൾ ഇതിൽ പോകുമ്പോൾ നമുക്ക് അധികം ചുറ്റിങ്ങനെ ഒഴിക്കണോടത്തും അവിടെയൊക്കെ കണ്ടമാനം വേസ്റ്റ് പോകേണ്ടിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വേസ്റ്റ് ആ പരമാവധി കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വല്ലതും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ അടുത്തുള്ള കടകളിൽ വാങ്ങിക്കാൻ കിട്ടുന്ന സംഭവങ്ങളാണ് ഇത് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ചോദിക്കും ഇങ്ങനത്തെ ഉണ്ടാക്കുകയാണെങ്കിൽ പരമാവധി യൂസ്ഫുള്ളായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ 3 മണിക്കൂറിന് ശേഷം റിമൂവ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ സോപ്പ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സോപ്പൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ നിങ്ങൾ, ഫ്ലവറാണ്, നല്ല അടിപൊളി സോപ്പാണ്. ചാർക്കോളിൻ്റെ നമ്മൾ ഉണ്ടാക്കിയത് ഇന്നലെ. അപ്പോൾ നമുക്ക് റിമൂവ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നുള്ളത്. വേണ്ട,
നല്ല കാണാനൊക്കെ നല്ല ലുക്കായില്ലേ, നല്ല ഫ്ലവറിൻ്റെ നല്ല അടിപൊളി സോപ്പ് ഇട്ടാ. ഓക്കെ, എല്ലാം ഞാൻ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് കാണിക്കുന്നത്, എല്ലാ അളവുകളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഒരു വരുമാന മാർഗം കൂടി ആയിട്ടാണ് ഇത് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. എല്ലാവർക്കും നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും, പാർട്ട് ടൈം ആയിട്ടും അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് ചെറിയൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ സോപ്പ് ഉണ്ടാക്കുന്ന പരിപാടിയില്ല. ഈ ഗ്ലിസറിൻ സോപ്പ് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. നമ്മളപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾ അതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുക. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ നമുക്ക് നല്ലൊരു മാർക്കറ്റ് ഇതിനു വേണ്ടി സൃഷ്ടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. നല്ല രീതിയിൽ ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ ഉണ്ടാക്കി അവർക്ക് കൊടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് അത്യാവശ്യം കേട്ടോ. നമ്മൾ ചെയ്യുമ്പോൾ നമുക്കറിയാമോ, നമ്മൾ അതുകൊണ്ടാണ് എല്ലാവർക്കും പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക ഒരു വട്ടെങ്കിലും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ തുടർന്ന് ഇത് കണ്ട് ഇതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാത്തുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് നമ്മൾ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം, കേട്ടോ. അപ്പോൾ ഓക്കെ, ഇത്രയുള്ള വീഡിയോ വളരെ സിമ്പിളാണ്. ഒരു പോക്കറ്റ് മണി നമുക്ക് എപ്പോഴും ഇതിൽ നിന്നൊരു ഏൺ ചെയ്യാൻ പറ്റും, ഇതുണ്ടാക്കി നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കണം. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായിട്ട് നമ്മൾ എന്തെങ്കിലും ഡൗട്ട് കാര്യമാണെങ്കിൽ പറയാം. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരും. എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഓക്കെ.